എറണാകുളം കാക്കനാട് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ ക്വാർട്ടേഴ്സിൽ കൂട്ടാത്മഹത്യയെന്ന് സംശയം. കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ് അടക്കം രണ്ടുപേരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, എന്താണ് ഈ സംഭവത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, ജാർഖണ്ഡ് സ്വദേശിയാണ് ഇപ്പോൾ മരണപ്പെട്ടു എന്ന് സംശയിക്കുന്ന കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറായിട്ടുള്ള മനീഷ്. ഒപ്പം തന്നെ മനീഷ് വിജയും അദ്ദേഹത്തിന്റെ സഹോദരിയും അമ്മയുമായിരുന്നു ഈ പറയുന്ന കാക്കനാട് TV സെന്ററിലെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നത്. രണ്ടാഴ്ചയായി മനീഷ് തിവാരെ മനീഷ് വിജയ് അദ്ദേഹം അവധിയിലായിരുന്നു. ഈ രണ്ടാഴ്ചയുടെ അദ്ദേഹത്തിന്റെ ഫോൺ സഹപ്രവർത്തകർ വിളിക്കുമ്പോൾ പോലും എടുത്തിരുന്നില്ല. അതേ തുടർന്നാണ് രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഇദ്ദേഹം ഫോൺ എടുക്കാതെ ആയതിനെ തുടർന്ന് ഇന്ന് സഹപ്രവർത്തകരിൽ ഏതാനും ചില ആളുകൾ അദ്ദേഹം താമസിച്ച ക്വാർട്ടേഴ്സിലെത്തുകയായിരുന്നു. ഈ ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ രൂക്ഷമായ ഗന്ധം അവിടെ നിന്നുണ്ടായി. ഇതേ തുടർന്ന് ഇത് പോലീസിനെ ഇവർ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു സ്ത്രീ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മാത്രമല്ല അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. പിന്നീട് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും എല്ലാം വന്നപ്പോൾ ഇപ്പോഴും ആ വാതിൽ തുറന്നിട്ടില്ല. അടുത്ത മുറിയുടെ ജനൽ തകർത്ത് നോക്കിയപ്പോൾ ആ മുറിയിൽ മനീഷ് വിജയ് എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ഒരു പുരുഷന്റെ മൃതദേഹമാണ് കാണുന്നത്. അങ്ങനെ രണ്ടുപേർ മരണപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ രണ്ടുപേർ ആത്മഹത്യ എന്ന് കരുതുന്ന ആ നിലയിൽ രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തോടൊപ്പം അമ്മയും സഹോദരിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ആൾ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആ ക്വാർട്ടേഴ്സ് തകർത്ത് അതിനകത്ത് കയറുമ്പോൾ മാത്രമേ മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളാണോ എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ. ലക്ഷ്മി, ഈ അമ്മയും അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹം സഹോദരിയുടേതാണ് അല്ലേ, അമ്മയുടേതല്ലോ? അതും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ലക്ഷ്മി. കാരണം അഴുകിയ നിലയിലാണ് മൃതദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം അമ്മയും മൂത്ത സഹോദരിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ മൃതദേഹം എന്നേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. പോലീസും മറ്റുദ്യോഗസ്ഥരും പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ സഹോദരിയുടെ മൃതദേഹമായിരിക്കാം എന്നുള്ളൊരു സംശയം മാത്രമാണത്. അതും ഈ പറയുന്ന വ്യക്തികളുടെ മൃതദേഹമാണോ ഇതെന്നുകൂടി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വീട്ടിൽ താമസിച്ചിരുന്നത് ഈ 3 പേരുമാണ്. അതുകൊണ്ട് മാത്രമാണ് മരിച്ചിരിക്കുന്നത് അഡീഷണൽ കമ്മീഷണർ ആയിരിക്കാം എന്നുള്ളൊരു നിഗമനം മാത്രമാണിത്. ഇപ്പോഴും അത് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അകത്ത് കയറി പരിശോധിച്ച ശേഷം മാത്രമേ ഈ വ്യക്തികൾ ഇതൊക്കെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഒരു കൂട്ട ആത്മഹത്യ എന്ന ഒരു സംശയം ഉയർന്നു വരുന്നു. അക്കാര്യം മാത്രമേ നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. മരിച്ചത് ആരെന്നോ അല്ലെങ്കിൽ ഈ മരണപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ആരെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉറപ്പ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഇവരായിരിക്കാം എന്നുള്ള ഒരു സംശയം മാത്രമാണിത്. എത്ര മണിയോടെ ആയിരുന്നു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹിൻ? അല്പനേരം മുൻപാണ് ലക്ഷ്മി. ഒരു കൂടിപ്പോയാൽ ഒരു മണിക്കൂർ പിന്നിട്ടിട്ടില്ല. 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. കാരണം ഇവിടെ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ എത്തിയതാണ്. അല്പനേരം മുൻപാണ് എത്തിയത്. അവരിനി ഈ വാതിലെല്ലാം തകർത്ത് അകത്ത് കയറിയാൽ മാത്രമേ ഇനി എന്താണ് സംഭവിച്ചത്, ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട്, ഈ മരണപ്പെട്ട വ്യക്തികൾ ഇവർ തന്നെയാണോ, മനീഷ് വിജയ് ആണോ, മനീഷ് വിജയുടെ സഹോദരിയാണോ, അമ്മയാണോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് അദ്ദേഹം അവധിയിൽ പോയിരുന്നു എന്നുള്ളതാണ്. നാട്ടിലേക്ക് പോകുന്നു എന്നായിരുന്നു സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞത്. 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. ഇദ്ദേഹം ഫോൺ എടുക്കാതായതോടുകൂടിയാണ് ആളുകൾ അന്വേഷിച്ചെത്തിയപ്പോൾ ആ വീട്ടിൽ നിന്നും ഒരു ദുർഗന്ധം, വലിയ രീതിയിലുള്ള രൂക്ഷമായ ദുർഗന്ധം വരാൻ തുടങ്ങി. ഇതോടുകൂടി ഈ കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ആദ്യ അടുക്കളയോട് ചേർന്നുള്ള ജനൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കാണുന്നത്. അതും അഴുകിയ നിലയിലായിരുന്നു ആ സ്ത്രീയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് അപ്പോൾ അവിടെ ഒരു മരണം സംഭവിച്ചുവെന്ന് പോലീസിന് മനസ്സിലായി. ഇതോടുകൂടി ഫോറൻസിക് വിദഗ്ധരെ വിളിക്കുകയായിരുന്നു. മറ്റൊരു മുറിയുടെ ജനൽ തുറന്നു നോക്കിയപ്പോൾ അവിടെയും ഒരു പുരുഷന്റെ മൃതദേഹം ഉണ്ട്. അത് മനീഷ് വിജയ് ആയിരിക്കാം എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. എറണാകുളം കാക്കനാട് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ ക്വാർട്ടേഴ്സിലാണ് കൂട്ടാത്മഹത്യയെന്ന് സംശയിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ
മൃതദേഹമാണ് എന്ന് കരുതുന്നു. അവിടെ കാണുന്നുണ്ട് മനീഷ് വിജയെ മരിച്ച നിലയിൽ കാണുന്നുണ്ട്. അത് അദ്ദേഹമാണ് എന്ന് കൃത്യമായി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അവർ താമസിച്ചിരുന്ന വീടായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിഗമനമാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മൃതദേഹമാണ് എന്ന് കരുതുന്നു. മറ്റൊരു മൃതദേഹവും അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ മരണമടഞ്ഞത് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയും സഹോദരിയുമാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. എറണാകുളത്ത് നിന്ന് സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.